കൂട്ടുകാർ, നമ്മുടെ സാന്ത്വനം രണ്ടാം ഭാഗം ആര്യനും മിത്രയും നമ്മുടെ ദേവമംഗലത്തേക്ക് വരികയാണ്. അതേ പ്രേക്ഷകരെ, നമ്മുടെ ബാലൻ്റെ മനസ്സിൽ ആ ഒരു വഴക്കിൻ്റെയൊക്കെ മതിൽക്കെട്ട് ഇടിഞ്ഞ് വീണ് തുടങ്ങിയ ഒരു സമയത്താണ് നമ്മുടെ ആര്യനും മിത്രയുടെയും കടന്നു വരവ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആര്യ നമ്മുടെ മിത്രനോട് പറയുന്നുണ്ട്, അമ്മ പറഞ്ഞിട്ടാണ് വിവാഹം നടന്നതെന്ന് ഒരിക്കലും ആരോടും പറയരുതെന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ദേവമംഗലത്തേക്ക് നമ്മുടെ മിത്രേനെയും കൂട്ടി ആര്യൻ വരുന്നത്. അപ്പോൾ ഇവിടെയാണെങ്കിൽ നമ്മുടെ ബാലനിങ്ങനെ നമ്മുടെ ഗോമതിയുടെ അടുത്ത് പറയുന്നുണ്ട്, എല്ലാ വഴക്കിൻ്റെയും മതിൽക്കെട്ട് നമുക്ക് പൊളിച്ചു കളഞ്ഞാലോ, ഈ ഓണത്തിൻ്റെ അന്ന് തന്നെ നമുക്ക് ഈ ഒരു വഴക്കൊക്കെ മാറി ഒരുമിച്ചായാലോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ കൃഷ്ണമംഗലത്തെ എല്ലാവരുമായിട്ടുള്ള വഴക്ക് മാറ്റിയാലോ എന്നാട്ടോ നമ്മുടെ ബാലൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മുടെ ഗോമതി ആകെ ഇങ്ങനെ ആശ്ചര്യപ്പെട്ട് നിൽക്കുക. അതും സന്തോഷവുമുണ്ട്, പക്ഷേ നമ്മുടെ ആര്യനും ഇത്രയും വരുന്ന വിവരം ഗോമതിക്ക് അറിയാം. അപ്പോൾ അവർ വരുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളൊരു പേടിയുമുണ്ട്. അപ്പോൾ ഇവർ നമ്മുടെ കൃഷ്ണമംഗലവും ദേവമംഗലവും ഇങ്ങനെ ഒരുമിക്കാൻ പോകുന്ന ആ ഒരു സമയത്താണ് നമ്മുടെ ബാലനും നമ്മുടെ ഗോമതിയുടെ ആങ്ങളമാരൊക്കെ ഇട്ടിങ്ങനെ കാണാൻ പോകുന്ന, സംസാരിക്കാൻ പോകുന്ന ഒരു സെയിം സമയത്താണ് നമ്മുടെ ആര്യൻ മിത്രയായിട്ട് വരുന്നത്. ഇനി എന്തായിരിക്കും നടക്കാൻ പോകുന്നത്? രണ്ട് കുടുംബങ്ങളും വീണ്ടും പഴയതിനപ്പുറമായിട്ട് ശത്രുക്കളാകുമോ? ഒരു കൊടും യുദ്ധം അവിടെ നടക്കുമോ? അല്ലെങ്കിൽ എല്ലാ പിണക്കങ്ങളും മറന്ന് അവരെ ബാലൻ ദേവമംഗലത്തേക്ക് സ്വീകരിക്കുമോ? കണ്ടു തന്നെ അറിയണം കൂട്ടുകാരെ. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.